ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദ ബ്ലാക്ക് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാനിന്ന് നോക്കുന്നത് ഈ രാത്രി നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് എന്നാണ്. നോക്കിയാലോ? King of Swords, Knight of Wands, Four of Cups, Ten of Pentacles, Nine of Pentacles, Six of Cups, Three of Wands, Four of Swords, Four of Wands, Three of Cups, World, Devil, Sun. Bottom sun കാർഡാണ്. കിങ് ഓഫ് സോഡാണ് ഫസ്റ്റ് കാർഡ്. ഒരു പവർഫുള്ളായ ഒരു വ്യക്തിയാണ്. എന്തിനേയും നേരിടാൻ, എന്തിനും ഒരു സത്യസന്ധത ആ വ്യക്തിക്ക് വേണം. കിങ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ അതാണ്. എന്തും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് പൂർണ്ണതയിലെത്തിക്കും. ആ വ്യക്തിക്ക് ഇപ്പം നിങ്ങളെക്കുറിച്ച് ഒരു മെൻ്റൽ ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ്, നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ലൈഫിൻ്റെ എന്താണ് എന്നുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ക്ലാരിറ്റി ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ആ വ്യക്തി. അതെല്ലാം ഒരു പ്രാക്ടിക്കലായിട്ട് ആണ് ആ വ്യക്തി എല്ലാ കാര്യവും ചിന്തിക്കുന്നത്. ഇത് നല്ലൊരു കഴിവുള്ളൊരു വ്യക്തിയാണ്. ബന്ധം വീണ്ടും നല്ലൊരു തരത്തിൽ പുതിയതായൊരു തളിരിട്ട് തളിർത്തെടുക്കണം. പുതുതമയോടുകൂടെ അത് വീണ്ടും വേണമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. പിരിഞ്ഞു പോവില്ല, മുന്നോട്ടേക്ക് തന്നെ ഒരു പുതിയ ഒരു അനുഭവമായിട്ട്, പുതിയൊരു തുടക്കമായിട്ട്, പുതിയൊരു ഫാഷനായിട്ട് നിങ്ങളെ വേണം ആ വ്യക്തിക്ക്. അതാണ് ആ വ്യക്തിയുടെ ചിന്തകൾ. നൈറ്റ് ഓഫ് വൺസ് എന്നത് ഒരു വെരി ഇഷ്ടമാണ് നിങ്ങളോട്, അത്രയും ഇഷ്ടമാണ്. കമ്മിറ്റ് ആയാൽ ആ വ്യക്തി വിട്ടുപോകില്ല. ഒരു വാക്ക് തന്നാൽ വാക്ക് തന്നത് തന്നെയാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്കൊരു സന്തോഷം, അഭിമാനം തോന്നുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച ആ രീതിയെല്ലാം ആ വ്യക്തിക്ക് അത്രക്കും ഇഷ്ടമാണ്. ആ വ്യക്തി എന്തായാലും പ്രോമിസ് തന്നാൽ ആ വ്യക്തി തിരിച്ചു വരും എന്ന് കറക്റ്റ് പറയുന്നതാണ് നൈറ്റ് ഓഫ് വൺസ്. എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ആ വ്യക്തിയുടെ അടിത്തട്ടിലൂടെ ഈ രാത്രി ആ വ്യക്തി ചിന്തിക്കുകയാണ്. ഇങ്ങനെ അത്രയും ഫാഷനേറ്റാണ് നിങ്ങളോട് ആ വ്യക്തിക്ക്.
നിങ്ങളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത്രയും വലിയ ഇഷ്ടമാണ്. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് കപ്പാണ്. അത്രയും സന്തോഷത്തോടു കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നത്. 4 ഓഫ് കപ്പ് എന്ന് വെച്ചാൽ ഏതോ ലോകത്ത് ആ വ്യക്തി ആലോചിച്ചിരിക്കുകയാണ്, എന്താണ് എൻ്റെ വ്യക്തി ഞാനും ഇങ്ങനെ സെപ്പറേറ്റ് ആവാനുള്ള കാരണം, ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്നൊക്കെ ആ വ്യക്തി 4 ഓഫ് കപ്പിൽ ആ വ്യക്തി ഇങ്ങനെ ആഴ്ന്ന് ഉള്ളിലേക്ക് ഇമോഷണലി നിങ്ങളെ വേണം, അത്രയും വേണം. ഈ നോ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഡൗൺ ആയിപ്പോയി ആ വ്യക്തിയിലേക്ക് തന്നെ, ആ വ്യക്തിയെ തന്നെ ആ വ്യക്തിക്ക് ശപിക്കാൻ തോന്നുന്നൊരവസ്ഥ, മിസ് ചെയ്യുന്നു, നിങ്ങൾ വല്ലാത്ത കുറ്റബോധം തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് 4 ഓഫ് കപ്പ്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെൻഡിക്കലാണ്. ഒരു സ്റ്റെബിലിറ്റി ഓടും കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. ലോൺ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം, നിങ്ങളെ രാജകീയമായിട്ട് തന്നെ കൊണ്ടു നടക്കണം, നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. അത്രയും ഫീലിങ്സോടു കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നത്. അത്രയും നല്ലൊരു ചിന്തകളാണ്. നിങ്ങൾ ഇവിടെ സൺ കാർഡ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ സോൾമേറ്റാണ്. നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുൻപിൽ പ്രപഞ്ചശക്തി നിങ്ങളുടെ രൂപം സ്വപ്നങ്ങളിൽ ആ വ്യക്തി പറയുന്ന സ്വപ്നങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊരു രൂപം, നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് സോൾമേറ്റ് ആണ്, ഈ രൂപം തന്നെ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് എന്ന് ഫസ്റ്റ് മീറ്റ് തന്നെ മനസ്സിലായി, കണ്ടിട്ടുണ്ടെന്നാണ് ആ വ്യക്തി പറയുന്നത്. അതൊക്കെയാണ് ആ വ്യക്തിയുടെ ഈ രാത്രി നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് ഇതിനു മുന്നേ സ്വപ്നങ്ങളിലെല്ലാം കണ്ട ഒരു രൂപമാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നുവരെ ഇല്ലാത്ത ഒരു അനുഭവമായിരുന്നു ആ വ്യക്തിക്ക്. ആ വ്യക്തി പറയുന്നത് തമ്മിൽ കണ്ട ആളുടെ എന്താ ആൾക്കത് ഓർത്ത് എടുത്ത് സന്തോഷിക്കുകയാണ്. അന്ന് കണ്ട ആളുടെ അന്നത്തെ എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഡേ നിങ്ങളുടെ വ്യക്തി ആളെന്താന്ന് വെച്ചാൽ അത് ഓർത്തെടുത്ത് സന്തോഷിക്കുകയാണ്. അത് ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത്, ചിന്തിക്കുന്നത് കേട്ടോ. ഈ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആ ഫസ്റ്റ് കണ്ട ഡേ നിങ്ങൾ എന്തായാലും സോൾമേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി അതൊക്കെയാണ് ഓർക്കുന്നത്. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. അന്നത്തെ ഡേ എൻ്റെ ഏറ്റവും സക്സസ് ആയ ഡേ ആയിരുന്നു. അന്ന് എന്തോ ഒരു നല്ലൊരു കാര്യം സംഭവിച്ചു എന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ ഫസ്റ്റ് കണ്ട ഡേ, നിങ്ങൾ തമ്മിൽ ഫസ്റ്റ് കണ്ട ആ ഡേ എന്തോ ഒരു സക്സസ് അന്ന് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്, ഓർത്തെടുക്കുന്നത് കേട്ടോ. എന്നാണ് അതെല്ലാം ഓർക്കുമ്പോൾ ആൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും മാനസികമായിട്ട്. അതൊക്കെയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച്, നമ്മൾ കണ്ടുമുട്ടിയ എന്താ പറയുക, സ്നേഹിച്ച ആ കുറച്ച് കാലേ നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ സ്നേഹിച്ച് കുറച്ച് കാലം എത്ര സന്തോഷമായിരുന്നു. അതൊക്കെയാണ് ആ വ്യക്തി ഈ രാത്രി നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ അടിത്തട്ടിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് ഇതൊക്കെ കേട്ടോ. ആ വ്യക്തി പറയുന്നത് എന്തോ ഒരു അദൃശ്യ ശക്തിയുടെ പ്രൊട്ടക്ഷൻ കിട്ടിയ പോലെയാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്തതെന്ന്. ഒരു അദൃശ്യ ശക്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയ പോലെയാണ് ആ വ്യക്തിക്ക് അന്ന് നിങ്ങളുടെ ആ ഒരു ഊർജം ആ വ്യക്തിക്ക് കിട്ടിയപ്പം ആ വ്യക്തിക്ക് തോന്നിയത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നൊക്കെയാണ് ആ വ്യക്തി ഈ രാത്രി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. ഒരു വല്ലാത്തൊരു എന്താ പറയുന്ന അതൊരു അദൃശ്യ ശക്തിയുടെ പ്രൊട്ടക്ഷൻ കിട്ടിയ പോലെ എന്ന് പറയുമ്പോൾ എന്താ, എനിക്ക് ഇനി എല്ലാമുണ്ട്, എനിക്ക് ഒരു സംരക്ഷണം കിട്ടിയ പോലെ തോന്നി. ഇനി എനിക്കൊന്നിനും പേടിയില്ല. ജീവിതത്തെ ഒരു ഭയത്തോടെ കണ്ടിരുന്നൊരു വ്യക്തിയാണ്, എല്ലാറ്റിൽ നിന്നും ഉൾവലിഞ്ഞിട്ട്. എനിക്ക് ഒരു തണുത്ത ഒരു കാറ്റ് വീശിയ പ്രതീതി ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ നിങ്ങളായിട്ട് കണ്ടുമുട്ടിയ, നിങ്ങൾ തമ്മിൽ രണ്ടുപേർക്കും അത് തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം നല്ലൊരു തണുത്ത കാറ്റ് വീശിയ പോലെ ഒരു എന്താ, ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിക്കുന്ന വ്യക്തിയാണ്. ഒരു ചെറിയ കാര്യം മതി ആ വ്യക്തിക്ക്
ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു കാര്യത്തിനും പിന്നെ പേടിയില്ല. പക്ഷേ എന്തായി, ആ ഒരു കുറച്ച് കാലം കൊണ്ട് പക്ഷേ തന്നെ എന്തായി, എല്ലാവരും ടവർ വന്ന് വീണ് പോലെ തേർഡ് പാർട്ടി നമ്മളെ സെപ്പറേറ്റ് ആക്കി. ടവർ വന്ന് വീണ പോലെ ആയിപ്പോയി. പിന്നെ തേർഡ് പാർട്ടീൻ്റെ സെപ്പറേറ്റ് ആക്കി. അത്രയും എന്താണ്, നമ്മൾ ഒരു ഹൃദയമാണ്, അതിൻ്റെ 2 പാർട്സാണ്. അങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ രാത്രി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടിച്ചേർന്നാൽ മാത്രമേ അതിന് ശക്തിയുള്ളൂ, ധൈര്യമുള്ളൂ. നിങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ശക്തിയില്ല, ധൈര്യമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണെന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ ആ വ്യക്തി ചിന്തിക്കുന്നത്. ഇതൊരു അത്രയും ഒരു അദൃശ്യ ശക്തിയുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഒരു അനുഭവമാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായത് എന്ന് പറയുന്നത്. രണ്ടാളും ഇല്ലാതാകുമ്പോൾ ശക്തിയില്ല, ഒന്നുമില്ല, ശക്തിയുമില്ല, ധൈര്യമില്ല. അതൊക്കെ മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഇപ്പോൾ ഈ സെപ്പറേറ്റ് ആയപ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. അകന്ന് നിൽക്കുമ്പോൾ ഒരു ശക്തിയില്ലാത്ത അവസ്ഥയാണെന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. അത്രയും ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല. അതാണ്, ഇല്ലാതെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഒരു ഹൃദയത്തിൻ്റെ 2 ഭാഗമാക്കിയ ഒരു അവസ്ഥ, രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ എന്തുള്ളൂ, ശക്തിയുള്ളൂ. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻഡിക്കലാണ്. ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് എല്ലാം ചെയ്യാനും അതിനുള്ള ഒരു പവറും എല്ലാമാണ് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ കിട്ടുന്നത്. സ്റ്റേബിളായിട്ടുള്ള ഒരു നല്ലൊരു ജോലി, മുന്നോട്ട് പോകാനുള്ള എല്ലാം ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാനും സോൾമേറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ. അത്രയും ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകാനെല്ലാം ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം, എല്ലാവരും നിങ്ങളെ ഒന്ന് അംഗീകരിക്കണം, നിങ്ങളെ ഒരു നല്ല ഹൈയിൽ കാണാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. അതാണ്, നിങ്ങളെ കൊണ്ട് എല്ലാവരും നല്ലത് പറയുന്നതാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ആരും നിങ്ങളെ മോശം പറയുന്നത് ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 6 ഓഫ് കപ്പാണ്. ഒരു 6 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് ഓർമ്മകളിൽ തന്നെ കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങൾ ഒന്നായവരാണെന്ന് ഉറപ്പിക്കുന്ന കാർഡാണ് 6 ഓഫ് കപ്പ്. അപ്പോൾ അത്രയും സന്തോഷപൂർണമായ ഓർമ്മകളാണ് രാത്രി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ ചിന്തിക്കുന്നത്. എൻ്റെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് ആ വ്യക്തി ഉറപ്പിക്കുന്നു. ആ ഓർമ്മയിൽ അങ്ങനെ മുഴുകിയിട്ട് നിങ്ങളെ ആലോചിക്കുന്നു, അത്രയും ആലോചിക്കുകയാണ്. അത്രയും ലോങ് ഫ്രണ്ട്ഷിപ്പാണിത്. അത്രയും മിസ് ചെയ്യുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ഒന്ന് നിങ്ങൾ തിരിച്ചു വന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തമ്മിലുണ്ടായ ആ നല്ല കാലത്തെയാണ് ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളെ ഒന്ന് വന്ന് കാണാനാണ് ആ വ്യക്തി ഒന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമൊത്തുള്ള ആ പഴയ നിമിഷങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തിക്ക് വലിയ സന്തോഷമാവുന്നത്, അത്രയും സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഒത്തിട്ടുള്ള ആ ഒരു ഊർജം, വല്ലാത്തൊരു പവർ ആ വ്യക്തിക്ക് കിട്ടുന്നതായിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. എന്തോ ഒരു അദൃശ്യമായ ഒരു ഊർജം കിട്ടുന്ന ഒരു ഇതാണ് ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ആ വ്യക്തി മനസ്സിൻ്റെ ആഴങ്ങളിൽ ചിന്തിക്കുന്നത്. എൻ്റെ വ്യക്തിയുമായിട്ടുള്ള നെക്സ്റ്റ് കാർഡ് 3 ഓഫ് വാൻഡ്സ് ആണ്, തേർഡ് പാർട്ടി. ആ വ്യക്തി നിങ്ങളെ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങളെ തന്നെ പിന്തുടരുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നേയില്ല.
തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ആ വ്യക്തി നിൽക്കുകയാണ്. ഇത്രയും മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ ഓർക്കാം. ലക്ഷ്യം പുറം രാജ്യങ്ങളിലേക്കെങ്കിലും നിങ്ങളെ കൂട്ടിപ്പോയാലോ എന്നെല്ലാം ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ കൺട്രിയിലോ എല്ലാം ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിന്ന് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്നെല്ലാം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. സ്വന്തമാക്കണം, ഭാവിയിൽ നിങ്ങൾ ഒത്തിട്ടുള്ള നിങ്ങളെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ലൈഫ് ആ വ്യക്തി സ്വപ്നം കാണുകയാണ്. വീണ്ടും ഗൾഫ് രാജ്യങ്ങളിലേക്കാ മറ്റും കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ തേർഡ് പാർട്ടീനെ പേടിക്കണ്ടല്ലോ. അതാണ് നെക്സ്റ്റ് കാർഡ്. ഫോർ ഓഫ് സോഡാണ്. ഫോർ ഓഫ് സോഡ് ഒരു വിശ്രമത്തിന് ഒരു എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി നിൽക്കുകയാണ്. ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു ആലോചനയിലാണ്. എല്ലാവരിൽ നിന്നും അകന്ന് മാറി നിൽക്കുകയാണ്. മറ്റുള്ളവരെല്ലാം പറയുന്നുണ്ടെങ്കിൽ എന്താ, എല്ലാം നെഗറ്റീവാണ്, നിങ്ങളെക്കുറിച്ച് നെഗറ്റീവേ പറയാം. അപ്പം ആ വ്യക്തിക്ക് മറ്റുള്ളവർ പറയുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് ആരെയും കേൾക്കാൻ നിൽക്കാതെ ഒറ്റക്ക് ഇരിക്കുന്നതാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നെക്സ്റ്റ് കാർഡ് 4 of Wands ആണ്. 4 of Wands ഒരു തുടക്കത്തിലെ സക്സസ് നേടിയിട്ട് ഒരു സോൾ കണക്ഷനാണ്. എന്തായാലും സോൾ കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. എന്തായാലും ആഗ്രഹം ആ വ്യക്തി പറയുന്നത് ഞാൻ അച്ചീവ് ചെയ്യും, എൻ്റെ വ്യക്തിയെ ഞാൻ നേടി നല്ലൊരു ലൈഫ് കൊടുക്കും എന്നൊക്കെയാണ് ആ വ്യക്തി 4 of Wandsൽ ചിന്തിക്കുന്നത്. ഒരു സീരിയസ് ആയ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം, ഉണ്ടാക്കണം, ആഗ്രഹിക്കണം. അത്ര റിയൂണിയൻ സെലിബ്രേഷൻ എല്ലാം ആ വ്യക്തി, മാരേജ്, ഹാപ്പി ഫാമിലി, ഈ ബന്ധത്തിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് എന്തായാലും. അപ്പം എല്ലാം നേടിയ ഒരു തുടക്കത്തിൽ സക്സസ് നേടിയിട്ട് നിൽക്കുന്നതാണ് 4 of Wands എന്ന് പറഞ്ഞാൽ. അത്രയും സക്സസ് ആണ്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടെല്ലാം ഉണ്ട്, എല്ലാ തരത്തിലും സപ്പോർട്ടിങ് ആണ്. ആ വ്യക്തിക്ക് നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ മതി എന്നെല്ലാം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്നേ പോയിട്ട് എവിടെയെങ്കിലും ഈ തേർഡ് പാർട്ടിയൊന്നും കാണാതെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളെയും കൊണ്ട് ജീവിക്കണം എന്നെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 3 of Cup ആണ്. 3 of Cup എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം. ഒരു ആഘോഷം ആഘോഷിച്ച് നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കണം, നിങ്ങൾ മൊത്തം ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കണം എന്നൊക്കെയല്ല ആ വ്യക്തി പല പല സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്ന ഒരു വ്യക്തിനായിട്ട്. അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം തന്നെ നിങ്ങളാണ്. സെലിബ്രേറ്റ് ചെയ്യണം, നിങ്ങൾ ഒത്തിട്ടുള്ള ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്വപ്നങ്ങളാണ് ആ വ്യക്തി കാണുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ആണ് ആ വ്യക്തിക്ക്. ഇവിടെ എല്ലാം തേർഡ് പാർട്ടി ഉണ്ടാകുമ്പം എന്തായാലും ജീവിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നെല്ലാം ഉണ്ട് ഐഡിയ ഇരുന്ന്. ഇവിടെ നിന്നാലും എങ്ങനെ ശരിയാവില്ല. അപ്പം അങ്ങനെയല്ലാന്ന് ആ വ്യക്തി ഇപ്പം ഐഡിയ ഇടുന്നത്. എപ്പോഴും നിങ്ങളെ കൊണ്ട് മോശം കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുള്ളൂ. നെക്സ്റ്റ് കാർഡ് വേൾഡാണ്. എല്ലാം ഉദ്ദേശിച്ച് എല്ലാ നേട്ടം നേടും. ആഗ്രഹിക്കുന്നതെല്ലാം നടത്തിയെടുക്കാൻ എനിക്ക് കഴിയും, ലോകം തന്നെ ഞാൻ ചുറ്റിയടിക്കും എന്നൊക്കെയാണ്. നിങ്ങൾ മൊത്തിട്ടാണ് ആ വ്യക്തിക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരേണ്ടത്. ഒരേ ഇൻട്രസ്റ്റാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇൻട്രസ്റ്റാണ്. വേൾഡ് കാർഡ് എൻ്റെ വേൾഡ് തന്നെ നീയാണെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിയിൽ എന്ത് പറഞ്ഞാലും ആ വ്യക്തി ഏറ്റവും വാല്യൂ കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എൻ്റെ ജീവിതം അവസാനിക്കുന്നവരെ നിൻ്റെ കൂടെ എന്നെ കാണുമെന്നാണ് ആ വ്യക്തി വേൾഡ് കാർഡിൽ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അങ്ങനെ മനസ്സിൽ. നെക്സ്റ്റ് കാർഡ് ഡബിളാണ്. ഞാൻ നിന്നിൽ അഡിക്റ്റാണ്, നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഡബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ നിന്നിൽ അഡിക്റ്റാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നെക്സ്റ്റ് കാർഡ് സണ്ണാണ്. എല്ലാവിധ സക്സസ്സും യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങൾക്കുണ്ട്. എൻ്റെ ഒരു ആത്മബന്ധമാണ്. ഒരു ആത്മാവ് സോളുകൾ തമ്മിൽ അത്രയും അറ്റാച്ച്ഡാണ്. ആത്മാക്കൾ തമ്മിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ്. ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ട്, നിങ്ങളെ തേടി വരുന്നുണ്ട്. ഒരിക്കലും
നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആവില്ല, നിങ്ങൾക്ക് നഷ്ടമാവില്ല. ലൈഫിൽ അത്രയും സന്തോഷവും ന്യൂ ബിഗിനിങ്ങും എൻ്റെ ലക്കിച്ചമാണ്, എൻ്റെ ഗ്രോത്താണ്, എന്താണ് ഒരു മനസ്സിലുള്ള വേദനയെല്ലാം ഒന്ന് ഹീലാവുന്നുണ്ട്. ഇത് സ്പിരിച്വൽ കണക്ഷനാണ്. എല്ലാ സമൃദ്ധിയും സന്തോഷവുമാണ്. സൺകാർഡിൽ സക്സസ്, സന്തോഷം, എല്ലാവിധ രാജ്യമായ ഒരു ലൈഫാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു പുതിയ സന്തോഷം, ഒരു പുതുമയോടുകൂടി ഒരു പുതിയ ഒരു കുഞ്ഞെല്ലാം ജനിക്കാനുമെല്ലാം ചാൻസ് ഉണ്ട് എന്നാണ്. കുഞ്ഞെല്ലാം വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി പറയുന്നത് നീ എന്നെ തെറ്റിദ്ധരിക്കുക മാത്രം ചെയ്യരുത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. എൻ്റെ ഹൃദയം വേണമെങ്കിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം, പക്ഷേങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കുക മാത്രം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാണ് ആ വ്യക്തി നിങ്ങളോട് മനസ്സിൻ്റെ അടുത്തട്ടിലൂടെ പറയാനൊന്ന് ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ് കേട്ടോ. എന്ത് ചെയ്തു എന്നെ തെറ്റിദ്ധരിക്കരുതേ എന്ന് പറയുന്നുണ്ട്. ഒരു ക്ലാരിഫിക്കേഷൻ നോക്കാം. തെറിച്ച് വീണു. എന്താ ഡബിളും സോഡ് വന്നു ഡബിൾ കണക്കിന് ഇവിടെയും കിട്ടീനെ അഡിക്റ്റ് ആണെന്നില്ല. നൈറ്റ് സോഡാണ്. ആ വ്യക്തിക്ക് ഇനി നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങളോടുള്ള സ്നേഹം ഒരു തരത്തിലും ഒന്നും നോക്കാതെ ഓടി വരുന്നൊരു വ്യക്തിയാണ് നൈറ്റ് സോഡ്. അത്രക്കും ആക്ഷൻ എടുക്കണം, സഡൻ. അതാണ് നൈറ്റ് സോഡ് പറയുന്നത്. പേജ് ഓഫ് കപ്പ് അത്രയും ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് തരാൻ വേണ്ടി വരികയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോല് നിൻ്റെ കൈകളിലാണ് എന്നാണ് പേജ് ഓഫ് കപ്പിൽ ആ വ്യക്തി പറയുന്നത്. എൻ്റെ ഹൃദയം നിനക്കുള്ളതാണ്, ഞാൻ നിനക്കുള്ളതാണ് എന്ന് തന്നെ പൂർണ്ണതയിൽ പറയുന്നതാണ്. ഒരുപാട് ചോയ്സും ഒരുപാട് എല്ലാ ഇതും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആണ് എൻ്റെ വ്യക്തി. ഇതുപോലത്തെ ഒരുപാട് കച്ചറ ടീമുകൾ ഉണ്ടായിരുന്നു. ഇതൊരു കാണുന്നല്ലോ എന്തൊക്കെ നെഗറ്റീവായ ടീമുകൾ ഒരുപാട് ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈഫ് ലോങ് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തി ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റാണ് എന്നാണ് ആ വ്യക്തി ഈ രാത്രി മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. എന്തൊരു ഡിഫറെൻ്റാണ് എൻ്റെ വ്യക്തി. ഇതെല്ലാം എന്താ അത്രയും ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വെരി ഡിഫറെൻ്റാണ് എൻ്റെ വ്യക്തി എന്നാണ് ആ വ്യക്തി ഈ രാത്രി നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ കേട്ടോ. നല്ല ചിന്തകളാണ്. ഇതുവരെ ഉണ്ടായ എല്ലാം ഡെത്തായിട്ടൊരു പുതിയൊരു റീബർത്ത്, പുതിയൊരു ലൈഫ്, പുതിയൊരു അടിത്തട്ടിന്നേ ഒരു പുതിയ ഒരു ജീവിതം ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്പ് നിങ്ങളെന്ന ലക്ഷ്യം മാത്രം ആ വ്യക്തിക്ക് ഒറ്റൊരു ലക്ഷ്യമുള്ളൂ, അത് നിങ്ങളാണ്. ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂണാണ്, എൻ്റെ ക്യൂണാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട്, മറ്റുള്ളവരൊന്നും ആ വ്യക്തിയുടെ എത്ര പ്രശ്നമുണ്ടായാലും ആ വ്യക്തി എന്തൊക്കെ ഇതിൽപ്പെട്ടാലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമുണ്ട്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മജീഷ്യനാണ്. എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും എന്ത് മാജിക് ചെയ്തിട്ടാലും ആ വ്യക്തി ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും. അതാണ് ആ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നത്, ഞാനൊരു നീതി ചെയ്തില്ല,
തേർഡ് പാർട്ടിക്ക് മാത്രം എല്ലാം കൊടുത്തു. തേർഡ് പാർട്ടിക്ക് സ്നേഹവും അബണ്ടൻസും എല്ലാം കൊടുത്തു. എൻ്റെ വ്യക്തിക്കൊന്നും കൊടുത്തിട്ടില്ല, ഇനി എല്ലാം കൊടുക്കണം. അതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഈക്വൽ അല്ല ഞാൻ ചെയ്തത്, ഒരു ന്യായവും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ വ്യക്തിയോട്. ലവേഴ്സ്, എൻ്റെ ലവേഴ്സാണ്. എൻ്റെ യൂണിവേഴ്സ് തന്ന ഒരു ഗിഫ്റ്റാണ്, എൻ്റെ സോൾമേറ്റാണ്. ഞാൻ കഴിഞ്ഞ ജന്മത്തിലും ഇനിയുള്ള ജന്മാന്തരങ്ങളിൽ നമ്മൾ ഒന്നു ചേർന്ന് ജീവിക്കേണ്ടവരാണ്. ആ ഒരു അദൃശ്യ ശക്തി, ആ വ്യക്തിക്ക് ഫസ്റ്റ് ഡേ തന്നെ അത് അനുഭവപ്പെട്ടു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഒരു അദൃശ്യ ശക്തിയുടെ എന്തോ ഒരു ഊർജം ആ വ്യക്തിയിൽ ഫീൽ ചെയ്തു എന്നാണ് ആ വ്യക്തി പറയുന്നത്. നമ്മൾ ജന്മാന്തരങ്ങളിൽ ഒന്നായി ജീവിക്കേണ്ടവരാണ്. നമുക്കിന്ന് ഏത് ഈശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് നോക്കാം. ഇന്ന് രണ്ടും ഒന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് കൃഷ്ണനും രാധയാണ്, ഇന്ന് വിഷ്ണുവും മഹാലക്ഷ്മിയാണ്. രണ്ടാളും ഭഗവാന്റെ അവതാരങ്ങളല്ലേ, രണ്ടും ഒന്ന് തന്നെയാണ്. എന്നാലും കൃഷ്ണനും രാധയും മഹാവിഷ്ണു മഹാലക്ഷ്മിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവിധ സക്സസ്സും നല്ല ലൈഫും നല്ല ജീവിതം കിട്ടണമെങ്കിൽ വ്യാഴദേവൻ പ്രസാദിക്കണം അല്ലേ, മഹാവിഷ്ണു മഹാലക്ഷ്മി. എല്ലാവിധ അബണ്ടൻസും എല്ലാം തരണമെങ്കിൽ ആര് വേണം? മഹാലക്ഷ്മി വേണം. അപ്പം നിങ്ങൾക്ക് നല്ല അബണ്ടൻസും നല്ലൊരു ലൈഫുമാണ് മുന്നിലേക്ക് വരുന്നത് എന്നാണ് ഇതിൽ നിന്ന് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. യു ആർ മൈ സ്ട്രെങ്ത്, നീയാണ് എൻ്റെ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. ഐ വാണ്ട് യു, എനിക്ക് നിന്നെ വേണം. ഐ റിഗ്രറ്റ് ലൈങ് ടു യു, നിന്നോട് കള്ളം പറഞ്ഞു പോയതിൽ ദുഃഖിക്കുന്നു. എന്തോ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. ലവ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫീലിങ്സ്. ലവ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെങ്തായ ഒരു ഫീലിങ്സ് ആണ്. പോലീസ് ജർമ്മനി, ജെ കണ്ണൂർ. നവംബർ തിരുവാതിര, ജി മലപ്പുറം. ജൂലൈ രോഹിണി, എ കാസർഗോഡ്. ഉത്രാടം സോൾമേറ്റ്, ട്വിൻ ഫ്ലൈം പൂരാടം. പൂരുട്ടാതി ഡ്രൈവർ, പാലക്കാട് എച്ച്. ചെന്നൈ ആക്ടർ, വിശാഖം കെ. ഉത്രം മെയ്, പെൺവീക്ക് റിങ്, എം തൃശ്ശൂർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.